നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും രണ്ടാമത്തെ ഒരു ക്ലാസ്സിലേക്ക് ചെറിയൊരു തുണി ഉപയോഗിച്ച് വെള്ളം പോയി നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ മെക്കാനിസം ഉപയോഗിച്ച് നമ്മളിന്നൊരു അടിപൊളി സെൽഫ് വാട്ടറിംഗ് പോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഒരു പൂച്ചട്ടി അതിലെ ചെടിക്ക് സ്വയം വെള്ളം നൽകുന്ന ചെറിയൊരു സംവിധാനം കേട്ടോ. അപ്പം നേരെ അതിൻ്റെ മേക്കിങ്ങിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഒരു സെൽഫ് വാട്ടറിംഗ് പോട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഏകദേശം 5 പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എല്ലാം സെയിം ഹൈറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്ലാസ്റ്റിക് ബോട്ടിലെയും ഏകദേശം ഈ ഒരു ഹൈറ്റിലാണ് കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ 5 ബോട്ടിലിനെയും ഒരേ ഹൈറ്റിൽ കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 ബോട്ടിലും സെയിം ഹൈറ്റിൽ ഹോൾട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ക്യാപ്പുകളിൽ ഓരോന്നായിട്ട് ഓരോ ഹോൾ വീതം അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കുപ്പിയുടെ ടോപ്പിലെ പീസിലും സെയിം ഹൈറ്റിൽ ഹോൾട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ആദ്യത്തെ 5 പീസിലും സെയിം ഹൈറ്റിൽ ഹോൾട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ 5 പീസിലും സെയിം ഹൈറ്റിൽ ഹോൾട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് അതിനെ നമുക്ക് ചെറിയൊരു വള്ളി വെച്ച് കെട്ടിയെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള 3 പീസും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ ഈ കുപ്പി എല്ലാം കെട്ടി വയ്ക്കാൻ നേരത്ത് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് 5 വള്ളിയും കൈയോടെ ഞാൻ കെട്ടി വെച്ചേക്കാം. നോക്കുവാണെങ്കിൽ എൻ്റെ വലത്തെ കയ്യിൽ കുപ്പിയുടെ ടോപ്പ് വെച്ചുള്ള ഒരു പീസും നേരെ മറിച്ചിൻ്റെ ഇടത്തെ കയ്യിലാണെങ്കിലോ കുപ്പിയുടെ ഒരു ബോട്ടം വെച്ചുള്ള പീസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വള്ളിയുടെ ഹൈറ്റ് കുറച്ച് കുറവും നേരെ മറിച്ച് ഇതിൻ്റെ ആണെങ്കിൽ ഭയങ്കര കൂടുതലുമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ടോപ്പിലെ പീസിലേക്ക് ഈ ഒരു പീസ് കയറ്റി വയ്ക്കാൻ നേരത്ത്, അതായത് ഇങ്ങനെ കയറ്റി വയ്ക്കാൻ നേരത്ത് ഏകദേശം ഈ 2 കുപ്പികൾ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഏതായാലും നമുക്ക് ഇതിനെ കൈയോടെ കെട്ടി വെച്ചേക്കാം. കണ്ടോ, ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ 2 പീസുകൾ തമ്മിൽ. നമ്മൾ നേരത്തെ ഹോൾട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഇപ്പോൾ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതേപോലെ ചെറിയൊരു കോട്ടൻ്റെ തുണി ഞാൻ കയറ്റി വയ്ക്കാം. എന്നിട്ട് ക്യാപ്പിൻ്റെ 2 വശങ്ങളെല്ലാമായിട്ട് നമുക്കതങ്ങ് കെട്ടി വയ്ക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 4 ക്യാപ്പിലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഒരു ക്യാപ്പ് നേരെ നമ്മുടെ ഈ കുപ്പിലേക്ക് അങ്ങ് അടച്ചു വെച്ചേക്കാം. അടച്ചു വയ്ക്കാൻ നേരത്ത് നമ്മുടെ ഈ കോട്ടൻ്റെ പീസ് ഉണ്ടല്ലോ, അതിലൊരു പീസ് നേരെ നമ്മുടെ കുപ്പിയുടെ ടോപ്പിലേക്കും മറ്റേ പീസ് നേരെ കുപ്പിയുടെ അടിയിലേക്ക് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 4 ക്യാപ്പ് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സെൽഫ് വാട്ടറിംഗ് പോട്ടിനെ നമ്മൾ ഫുൾ ആയിട്ടും പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന 5 മഞ്ഞ പീസിലേക്കും എന്താണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോട്ടൺ തുണി ഉണ്ടോ, ഇതിലേക്ക് നമ്മുടെ ഈ കുപ്പിയിലെ വെള്ളം അബ്സോർബ് ആവുന്നതായിരിക്കും. അതായത് ഈ കോട്ടൺ തുണി വഴി ഈ കുപ്പിയിലെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഈ കുപ്പിയിലേക്ക് ചെല്ലുന്നതായിരിക്കും. അതുവഴി ആ ഒരു വെള്ളം നമ്മുടെ ചെടിക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്, വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമ്മുടെ ഒരു ഓറഞ്ച് ബോട്ടിലേക്ക് ഒരു ചെടി നടുന്നതോടുകൂടി ഇതിൻ്റെ വേക്കിംഗ് കഴിയുന്നതായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ താഴത്തെ ബോട്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചെടിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് കേട്ടോ. വാട്ടറിംഗ് പോട്ടിനെ നമ്മൾ ഫുൾ ആയിട്ടും പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെൽഫ് വാട്ടറിംഗ് പോട്ടിനെ നമ്മൾ ഫുൾ ആയിട്ട് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ടിപ്സ് ചെയ്യുന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.